ശരി. കേശവ കേശവ ഓ ഇവിടെ വാ. ആ പോ. ഓക്കെ വലിയ എല്ലാവരും കൂടെ തള്ളിക്കരുത് അത്ര ബുദ്ധിമുട്ടുള്ള അത് മാത്രം പറഞ്ഞാൽ ഒന്നും പറയണ്ട, എനിക്ക് ഒന്നും പറയണ്ട. ഒക്കെ ഈ ഉള്ളില് തെളിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബാധോളം കൂടിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. പരിഭ്രമിക്കണ്ട, പേടിക്കണം. ഒരു പുല്ല് പറിച്ച് കളയണ കേശവ ഒരുക്കിക്കോ, ഒരുക്കിക്കോ. പറയണ്ട, ഒക്കെ മനസ്സിലായി, പറയണ്ട. കേശവ ഒരുക്കിക്കോ, ഒരുക്കിക്കോ. ഭസ്മം ദക്ഷിണ വാങ്ങിയോ? വേഗം വേഗം. ആരും ഒന്നും കൊടുക്കാറില്ല. വേളച്ച കൊത്തു കൊടുക്കണം. നന്നടച്ചില്ല. കഠിനായിട്ട് വേണ്ടി കേശവ ഇതെടുക്ക. ആഞ്ഞിരവടി നല്ല രീതിയിൽ പിടിക്കുന്നത്. കേശവ ഓ ഗുരു അതവിടെ വെക്കേ. പ്രയോഗിച്ചോ, പ്രയോഗിച്ചോ. നോമ ആ ഒഴിയുണ്ടോ, ഒഴിയുണ്ടോ? അടി വാങ്ങിച്ചു കൂട്ടുന്നപ്പോ പറയാ ഒഴിയുണ്ടോ? എന്താ പേര്? എന്ത് ചെയ്യാം? ഹൗസ് വൈഫാണ് ഡോക്ടർ. എന്തോ സങ്കടം തോന്നുന്നല്ലോ ഡോക്ടർ. കുറച്ച് നാളായിട്ട് എനിക്ക് മനസ്സിന് സുഖമില്ല ഡോക്ടർ. നമുക്ക് ഡോക്ടർ, ഞാൻ ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിലാണ് ഡോക്ടർ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണോ? ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടാണോ കല്യാണ ജീവിതത്തിലേക്ക് കടന്നു. അദ്ദേഹത്തിനാണ് ഒരു ദിവസം പോലും നേരത്തെ വീട്ടിൽ വരില്ല. എന്ത് ചോദിച്ചാലും
ജോലി തിരക്ക്, ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി. ഞാൻ മടുത്തു ഡോക്ടർ. ഞാൻ ഭാര്യയല്ലേ, എനിക്ക് വേണ്ടി കുറച്ച് സമയം അദ്ദേഹത്തിന് തന്നൂടെ ഡോക്ടർ? ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടാണ് ഇറങ്ങി വന്നത് അദ്ദേഹത്തിന്റെ കൂടെ. ഡോക്ടർക്ക് അറിയോ, എനിക്കിപ്പോ ആരെയല്ല ഡോക്ടർ. എനിക്കെന്റെ വീട്ടുകാരില്ല, എന്റെ ഹസ്ബൻഡ് വരെ ഡോക്ടർ. എന്താ പേര്? കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു. ആര് കൃഷ്ണനെ പോലെ? ഡോക്ടർ, ഞാൻ വളരെയധികം വിഷമത്തിലാണ്. എനിക്ക് ജീവിതം തന്നെ മടുത്തു. രക്ഷയില്ല ഡോക്ടർ. കുറെ നാളായിട്ടൊരു ഭാരം പോലെ ആരും കുറെ വിഷമിട്ടുണ്ടെങ്കിലും കാണാൻ ശരിയാണല്ലോ. മാരീഡാണോ കുട്ടി? ഓ, അപ്പോ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. കൃഷ്ണന്റെ കളർ എന്തായിരുന്നു അറിയോ? കൃഷ്ണനോട് കാര്യം പറയട്ടെ, അടുത്ത പ്രാവശ്യം വരുമ്പോ കറുത്ത ഡ്രസ് ഇട്ടുണ്ട് വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ പറയുന്നത്, ഈ ഡ്രസ്സിൽ നല്ലത് കറുപ്പാണ്. അത് തന്നെയാണ് വേറെ കാര്യം. ഞാനപ്പോ ക്ഷീണമുണ്ടല്ലോ, നമുക്ക് ഇച്ചിരി ജ്യൂസ് കുടിക്കണം നല്ലതായിരുന്നു. അങ്ങനെയല്ല, എന്താ പറയോ, ആ കൗൺസിലിങ്ങില് നമുക്ക് ശരീരവും മനസ്സും ഒന്നാവണം. കുടിച്ചോളൂ. ഞാൻ ഈ ഗ്ലാസ് വെക്കുന്നോണ്ടുള്ള ഗുണം എന്നറിയാമോ? നമ്മൾ എവിടെ നോക്കണേ മനസ്സിലാവും. കൃഷ്ണേന്ദുവിനെ ഹിന്ദുന്ന് വിളിച്ചോട്ടെ, ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഉണ്ടല്ലോ, ഹെൽപ്പ് ചെയ്യാൻ. കൃഷ്ണേന്ദുവിന്റെ ഒരു തമിഴ് ആക്ട്രസിന്റെ ഒരു രൂപം ഉണ്ടോ, കറുപ്പ് ഡ്രസ് നന്നായിട്ട് പാട്ടിട്ടുണ്ട്. ഇതൊരു കാര്യം പറയട്ടെ, ഇവിടെ നമ്മളുടെ ബാക്കിയുള്ളൊരു കൗൺസിലിംഗ് പോലെയല്ല, നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. പിന്നെ വേണമെങ്കിൽ ഈ പുറത്തേക്കുള്ള സെഷനൊക്കെ ആവും. നമുക്ക് അടുത്ത് നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഔട്ടിങ്ങിനൊക്കെ You look so pretty in this color. Wow. Ma'am, your name? കൃഷ്ണേന്ദു. Yeah. Ma'am, എവിടുന്നാ വന്നേ? കൊച്ചിന്നാണ്. എങ്ങനെയാ വന്നേ? ബസ്സിൽ. Okay. So, ma'am, I'm very happy to tell you this that ma'am, ഞങ്ങളുടെ ഒരു esteemed patients in the list one of the person ആണ്. Actually, നമ്മുടെ hospital ഈ ഒരു weekend മാത്രം നമുക്കൊരു offer ഉണ്ട്. So, I'll just explain for all the things to you, ma'am. നമ്മുടെ advanced and online consultation 4,790. Family couple therapy I think 8,900 and
84 പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് സ്പെഷ്യലിസ്റ്റുകൾ മാത്രം ചെയ്യുന്ന തെറപ്പിയാണെങ്കിൽ ഞാൻ ഡോക്ടറെ കാണാനാണ് വന്നത്. മാം ഡോക്ടറിനെ കാണുന്നതിന് നമ്മുടെ ഈ വക റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞാൽ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ആൻഡ് വൺസ് അഗെയിൻ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2000 വരും. സോ മാം ഇതിൽ ഏത് വേണമെങ്കിലും മാമിന് ഞാൻ 10 മണിക്കായിരുന്നു ഡോക്ടറെ മാം നമ്മുടെ ആദ്യം നമുക്ക് ഈ ഒരു പ്രൊഫൈൽ നമുക്ക് നോക്കാം. യു ക്യാൻ ഗോ ത്രൂ ദിസ്. ഇതിനകത്ത് മാമിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസോർഡർ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. മധ്യരേഖയിൽ തന്നെ തുടങ്ങും. ഇപ്പോൾ നമ്മൾ തമ്മിൽ തുല്യ. ഞാൻ ഈ കാര്യത്തിൽ വളരെ മികച്ചതാണ്. വരുന്ന രോഗികളുമാണ് ഒരേ തുല്യതയിൽ വന്നു. അവർ തമ്മിൽ ഒരു ഭയങ്കര ബോണ്ടിങ്, ആ ബോണ്ടിങ് ഉണ്ടാകാൻ എനിക്ക് ഭയങ്കര കഴിവാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഏത് കൗൺസിലിംഗ് സെഷൻ. തീർച്ചയായിട്ടും കുട്ടിക്ക് സാരമായ എന്തോ പ്രശ്നമുണ്ട്. കുട്ടിക്ക് എന്നെ മനസ്സിലായതല്ലേ? ഫിലോസഫി, സൈക്കോളജി, തിയോളജി എന്നിവയെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് 12 പ്രശ്നങ്ങളാണ്. 12 ഇന്റർനാഷണൽ ലെവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ദൈവികമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്റെ. കുട്ടിക്ക് ആ നമ്മളൊരു ബോണ്ടിങ് തോന്നുന്നില്ലേ? അല്ലേ അല്ലേ? എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നമുണ്ടല്ലോ എനിക്ക് തീർക്കണം. എനിക്ക് തീർക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും തീർക്കണം. എനിക്കില്ല കുട്ടി, ഇത് തീർക്കാതെ ഒരു സമാധാനം. ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ. ഡോക്ടർ, എൻ്റെ പേര് കൃഷ്ണയാണ്. കുറെ നാളായിട്ട് ഞാൻ വളരെയധികം വിഷമത്തിലാണ്. ഉറങ്ങാറുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞെക്കി എണീക്കാറുണ്ട്. എന്റെ വിഷയം അതല്ല, ഞാൻ വളരെയധികം വിഷമത്തിലാണ്. സഹിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞില്ലല്ലോ ഡോക്ടർ. ഡോക്ടർ, ഞാൻ വളരെയധികം ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണ്.
എനിക്ക് മനസ്സിലായി ഇത് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രോബ്ലമാണ്. ഡോക്ടർ ഇങ്ങനെ കേൾക്കൂ. ഡോക്ടർ ഇങ്ങനെ കേൾക്കൂ. ഞാൻ പറഞ്ഞോട് മനസ്സിലാക്കി. മാനസിക അസ്വാസ്ഥ്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ചില രീതികളാണ് നമ്മൾ കണ്ടത്. ഒരു രംഗ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചധികം എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഏറെയൊന്നും അവിടെയല്ല. അപ്പോ ഒരു മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ ഇങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ അത്തരം അസ്വാസ്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു മനുഷ്യനെ മനുഷ്യനായി കാണുകയും അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അറിയുകയും അയാൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് വേണ്ടേ ഇത്തരം ചികിത്സകൾ? ആ ചികിത്സകൾ എന്ന് പറയുന്നത് തന്നെ ശാസ്ത്രീയമായ അടിത്തറയുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സകൾ വേണ്ടേ? ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു പറ്റം സൈക്കോളജിസ്റ്റുകൾ കൂടി ചേർന്ന് അസോസിയേഷൻ ഓഫ് ഇന്റർവെൻഷണൽ സൈക്കോളജിസ്റ്റുകൾ എന്നൊരു സംഘടന ഉണ്ടായത്. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ സഹകരണത്തോടെ പുതിയ കുട്ടികളോട് മനഃശാസ്ത്രം പഠിച്ച് മനഃശാസ്ത്ര ചികിത്സാ രംഗത്തേക്ക് വരുന്നവരോട് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന, ഈ ഒരു സന്ദേശം സമൂഹത്തിൽ പടർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ളതാണ്. അത് കഴിയണം എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് സാർ. നന്നായിട്ട് വളരെ ക്ലോസ് ചെയ്തു. എന്തായാലും ഈ നാടകത്തിന്, ഈ സ്കിറ്റിന്, നാടകം തുടങ്ങാൻ പറ്റില്ല, ഒരു ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ സ്കിറ്റിന്റെ നിങ്ങൾ അറിയാവുന്ന പലരുണ്ട്, എന്നാലും പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു കടമയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സൈക്കോളജിസ്റ്റുകളാണ് ഞങ്ങൾ. നാരായണ സാർ തൊട്ടുമ്പോൾ അറിയാം, സൈക്കോളജിസ്റ്റുകൾക്ക് അല്പം സൈക്കോ ഉണ്ട്, കറക്റ്റ് വരിക സൈക്കോ ആണ്. അപ്പൊ എന്തായാലും ഞാൻ വന്ന ഓർഡറിൽ തന്നെ പരിചയപ്പെടുത്താം. നമ്മുടെ മെയിൻ പൂജാരി, ആ നടന വൈഭവം നമ്മൾ കണ്ടു, ഡോക്ടർ നാരായണൻ. പിന്നെ പരികർമ്മിയായിട്ട് പ്രണവ ആടി തിമിർക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ദീപ്തി, കരയുന്ന സൈക്കോളജി. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അവസാനം അവർക്ക് തന്നെ സൈക്കോളജി പ്രോബ്ലം ആവുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പൂവാലനും പഞ്ചാരിയുമായ അതിനുശേഷം ടിപ്പിക്കൽ പാക്കേജ് സെറ്റ് ചെയ്യുന്ന റിസപ്ഷനിസ്റ്റായി വളരെ സുന്ദരമായിട്ട് അഭിനയിച്ച്. അതിനുശേഷം ദീപിക, ഹോംവർക്ക് ചെയ്യാത്തവർക്ക് വരുന്ന ഭയങ്കര ചൂട് പിടിപ്പിക്കുന്ന, ദേഷ്യപ്പെടുന്ന സൈക്കോളജിസ്റ്റ്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സഫറുള്ള സാർ നന്നായിട്ട് സൈക്കാട്രിസ്റ്റിന്റെ ഇത് ചെയ്തു. പിന്നെ ഞാൻ അരുൺ ശശി, ഞാൻ ചെയ്ത റോള് കണ്ടു. ഭക്തി ഇനിയാണ് ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് നമ്മുടെ വിസ്മി. തീർച്ചയായിട്ടും നമ്മുടെ നായിക അവസാനം ഞങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. ഓക്കെ, ഇനി ഈ സംഭവം ഇത് എഴുതി തയ്യാറാക്കി ഈ ഒരു കൺസെപ്റ്റ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലും കണ്ട വെളിച്ചത്തിലും പറഞ്ഞു കേട്ട വെളിച്ചത്തിലൊക്കെ എഴുതി ഉണ്ടാക്കുകയും അത് ഞങ്ങളെല്ലാം കൊണ്ടൊന്നും ചെയ്യിപ്പിച്ച് അഭിനയിപ്പിച്ചെടുക്കാൻ ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ് സ്ക്രിപ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ ഞങ്ങൾ ചെയ്തു നോക്കുന്നത് ഇന്നലെയാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മഹാനടന്മാരും നടിമാരും ഒക്കെയാണ്. എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആക്ടേഴ്സ്. നിങ്ങൾ കണ്ടത്. അപ്പൊ അതിന് നമ്മളെ സഹായിച്ച മീര ബാലകൃഷ്ണൻ നമ്മുടെ ഏകദേശം മെമ്പറാണ്. ആക്ട്രസ് ആണ്. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കാറുണ്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ നാരായണ സാറിന്റെ പ്രണവിന്റെ ആദ്യത്തെ സീനിൽ അവരുടെയും കുറച്ച് ഇൻപുട്ട് ഉണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങളുണ്ട്. എല്ലാവർക്കും നല്ലൊരു കാര്യം. പിന്നെ ഞങ്ങളുടെ ലൈറ്റ് ഓഫ് ഈ പാട്ട് പ്ലേ ചെയ്ത് ഇതിനൊരു രംഗ ഇതാണ് ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത പരിപാടികളിലേക്ക് നമുക്ക് പോകുന്നു. താങ്ക് യു.